അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ ഞങ്ങൾക്ക് മുട്ട വന്നുകൊണ്ടുണ്ട്. ആ റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനകൾ പ്രഭാഷണത്തിലും പാട്ടിലൂടെയും എഴുത്തിലൂടെയും ഇങ്ങനെ ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളും ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ആ കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കവിതയായിട്ട് പരിശുദ്ധമായ ബുർഉദ്ദ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ആ പരിശുദ്ധമായ ബുർദ ഷരീഫ്, ആമിൻ തദക്കുരി ജി റാനിം ബിദി സലമി തുടങ്ങുന്ന ആ പരിശുദ്ധമായ ബുർദ ഷരീഫ് ലോകത്ത് എല്ലാ സന്ദർഭത്തിലും മിക്കറ് റബീഉൽ അവ്വൽ തിങ്കളാവുമ്പോൾ പ്രത്യേകമായിട്ട് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ നാടുകളിലും എല്ലാ രായത്തും മഹാനായ ഇമാം ബൂസീരി റഹിമഹുല്ലാ എഴുതിയ ആ പരിശുദ്ധമായ ബുർഉദ്ദ ഷരീഫ് ആൽമാരിങ്ങനെ പാടുறார். അത് പല നിലക്കും മൗത്തിൽ പാടുറങ്ങുള്ളാർ, പബ്ലിക്കിൽ സ്റ്റേജിൽ പാടുറങ്ങുള്ളാർ, പല രൂപത്തിലും. ആ പാടുന്ന സന്ദർഭത്തിൽ ചില ഇമാമിങ്ങ ചില കണ്ടീഷൻ ചെല്ലാറ്. ബുർദ ഷരീഫ് വലിയൊരു മഹത്വമുള്ള ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുള്ള ഒരു കവിതയായിട്ടിടും. അത് ഇമാം ബൂസീരി ഇമാം റഹിമഹുല്ല അത് എഴുതുക കാരണമേ അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു പ്രതിസന്ധി, ഒരു പ്രയാസ അത് നീങ്ങിക്കിട്ടവും അത് ഇല്ലാണ്ടാവുവാനായിട്ടായിട്ട് അയാൾ നിയത്താക്കിയിട്ട് എഴുതണം. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം അതൊക്കെ കിട്ടിയിട്ടും ചെന്നിട്ടും നമുക്ക് ഇമാം ബൂസീരി റഹ്മഹുള്ളയുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവും. അത് പാടുന്ന ആൾമാർക്ക് മഹാന്മാരായ ഇമാമിങ്ങ ചില നിബന്ധനകൾ വെച്ചിരാർ. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ നിബന്ധന ഉളു എടുക്കറോ ചെന്നിട്ട് ഉളു എടുക്കണോ. ബുർദ ഷരീഫ് പാടുന്നതിന് മുതಲು ഉളുവോടുകൂടി പാടണോ ചെന്നിട്ട് ಅದರ ಯಥಾರ್ಥ ಪರಿಪೂರ್ಣമായ ഫലം കാണണമെങ്കിൽ ഇവർ ഒലിമ്പോ കണ്ടീഷൻ ചില ഇമാമിങ്ങ ചെല്ലാർ. അതിൽ ഒന്നാമത്തതായിട്ട് ഉളു എടുക്കണം. ഉളുവോടുകൂടി എന്താക്കണം, ബുർദ പാടണം. ഉളു ചെല്ലത് എല്ലാത്തിനും ഒരു പ്രത്യേകമായ സുന്നത്തല്ലേ. ഏതൊരു നല്ല കാര്യത്തും ഉളുവോടുകൂടി ആക്കുക ചെല്ലത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ഒരു കാര്യമായിട്ട് ലാസ്റ്റ് മരിക്കുന്ന ടൈമിലും ഉളുവോടുകൂടി മരിക്കണോ ചെന്നിട്ട് സക്കറാത്തിൽ കിടന്ന മനുഷ്യൻ ഉളുവോട് പാട്ടുന്നതും ഒരു പ്രത്യേകമായ സുന്നത്തായിട്ട് ഇമാമിങ്ങ ചെന്തണ്ടാർ. അപ്പോൾ അതേപോലെ പരിശുദ്ധമായ ബുർദ ഷരീഫ് പാടുമ്പോൾ അത് ഉളുവോടുകൂടി പാടണമോ ചെല്ലും. രണ്ടാമത്തെ ഇസ്തിഖ്ബാൽ കിബിലക്ക് മുന്നിടണം ചെന്നിട്ട് ഇമാമിങ്ങ ചെല്ലാർ. ഇത് കിബിലക്ക് മുന്നിട്ടിട്ട് ഇത് എന്താക്കണോ ബുർദ ഷരീഫ് ഓതുന്നത് അത് ഏറ്റവും ഫലപ്രദമായിട്ട് കിടുക എന്നിട്ട്. അപ്പോൾ കിബിലത്തുക്ക് തിരിഞ്ഞിട്ട് ദയിக்கிறമേ ഏതൊരു ഇരുത്തത്തിലും ഏതൊരു നല്ല ഇരുത്തത്തിലും കിബിലത്തുക്ക് തിരിഞ്ഞ് ദയിക്കുന്നത് അത് വലിയൊരു പുണ്യമായിട്ട് മുസ്ലിം ലോകം അംഗീകരിച്ചൊരു വിഷയമായിട്ട് കിടത്. കിബില അത് നാളെ പരിശുദ്ധമായ കഅബ ഷരീഫിയുടെ ഭാഗ. അതുകൊണ്ട് മൂന്നാമതായിട്ട് അതിലോ ഓരോ ലഫ്ലുകളും അതുപോലെ ഗ്രാമർ അനുസരിച്ചിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാണ്ട് അത് എങ്ങനെ അതിലോ ലഫ്ലുകളുണ്ട്, അതിലോ പദങ്ങളുണ്ട്, ആ പദങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നല്ല കറക്റ്റായിട്ട് എന്താക്കണോ പാടണം. പദങ്ങൾ തപ്പോ തീരാ, ഗ്രാമർ മിസ്റ്റേക്കാവോ തീരാ, ആവാത്ത രൂപത്തിൽ ചന്തത്തിൽ പാടണോ ചെന്നിട്ട് ഇമാമിങ്ങ് ചെല്ലാറ്. നാലാമതായിട്ട് ഓതൊരാൾക്ക് അതിലർത്ഥം കൊത്തിന്നെങ്കിൽ പിന്നെ നല്ലത്. അത് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ അല്ലെങ്കിൽ ഓതിയ കൂലി കിട്ടു, അർത്ഥം കൊത്തിന്നെങ്കിലും കൊത്തില്ലെങ്കിലും അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതുമ്പോൾ അതിക്ക് യാറെ ഫലമാണ് ചെന്നിട്ട് എല്ലാ ഇസ്ലാം ലോക മുസ്ലിം ഇസ്ലാമിക ലോകം അംഗീകരിച്ച വിഷയമായിട്ട് കിട്ടും. അതിന് ഞങ്ങൾ തെളിവ് ചൊല്ലുകൊണ്ടില്ല. പരിശുദ്ധമായ ഖുർആൻ അത് അർത്ഥത്തോടുകൂടി അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതുന്നത് ഏറ്റവും വലിയ ഫലപ്രദമായിട്ട് കിട്. അതേപോലെ ബുർദ പാടുമ്പോൾ അത്
പിന്നെ അർത്ഥത്തോടു കൂടി അർത്ഥം മനസ്സിലാക്കിയിട്ട് പാടുമ്പോൾ അത് നല്ല ഫലപ്രദമാവുള്ളൂ ചെന്നിട്ട് ഇമാമിങ്ങ ചെല്ലാറ്. അപ്പോൾ അതുകൊണ്ട് ബുർദത്തോ ഇൻഷാ അല്ലാഹ് ഓരോ പിന്നെ പദ്യത്തോ അർത്ഥങ്ങൾ വിശദീകരിക്കുകയും ഒരു ചെറിയൊരു മട്ടത്തിൽ വിശദീകരിക്കുകയും ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സന്ദർഭാനുസാരം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തത് അത് ഒരു പാട്ടായിട്ടേ പാടണം, ഓതുറതല്ല. അത് ഇമാം ബൂസീരി റഹിമഹുല്ലാ പാട്ടായിട്ട് ഇടത് പാടിയിട്ടുണ്ടോ, അയാൾ അങ്ങനെ ആയിട്ട് ഇവിടെ ചെന്നോ. അതുപോലെ അതേപോലെ ഓതറല്ല, അത് പാടറോ. ചില ബുർദത്തുക്ക് ബുർദ മജ്ലിസെല്ലാം ആക്കുമ്പോൾ അതിനിടയില ചിലത് ഓതറുണ്ട്, അതൊരു സ്റ്റൈലായിട്ട് കിടങ്ങാക്കടോ, ഒരു ചേഞ്ചസ് ആക്കോ വേനായിട്ട് ഇങ്ങനെ ഓതറാറ്. അത് ഓതറതല്ല, അത് പാടിക്കൊണ്ടിരിക്കണോ. അതുപോലെ ആറാമതായിട്ട് കാണാണ്ട പഠിച്ചിട്ട് അത് ഹിഫുളാക്കണത് ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് കിട. ഹിഫുളോടുകൂടി ബുർദ ഓതറ് ചെല്ലത് ഒരു പ്രത്യേകമായിട്ട് ഇമാമിങ് അത് ചെല്ലാറ്. അതിന് നല്ല ഫലപ്രദമാവൂ ഹിഫുളോടുകൂടി എന്താക്കണോ ഓതണോ. അതേപോലെ ഏഴാമതായിട്ട് അത് ഏതെങ്കിലും നല്ല ഒരു ഉസ്താദ്മാർ പിന്നെ ബുർദത്തോ അതൊരു ഇജാസത്ത് ഇന്ന് ആൾമാരട്ടിക്കുക, ഒരു ഇജാസത്തോടു കൂടി പരിശുദ്ധമായ ബുർദ മജ്ലിസ് ബുർദ പാടുന്നത് വലിയൊരു ഫലപ്രദമായിട്ട് ആവുട് ചെന്നിട്ട് ഇമാമിങ്ങ പണ്ഡിതന്മാർ ആലിമീങ്ങ ചെല്ലാറ്. അതേപോലെ എട്ടാമതായിട്ട് അത് ഓരോ ബൈത്ത് പാടുമ്പം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെന്നിട്ട് പാടണം. സ്വലാത്ത് ചെന്നെങ്കിൽ അവിടെ ഇമാം ബൂസീരി റഹിമഹുല്ല കൊണ്ടുവന്ന അതേ രൂപത്തിലുള്ള സ്വലാത്ത്, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അതേ സ്വലാത്താവോ കാരണം എന്തൊക്കെയായിരുന്നെങ്കിൽ ഇമാമിങ്ങ ചെല്ലാറ്, അതേ മഹാന്മാരായ പണ്ഡിതന്മാർ ആലിമിങ്ങ ചെല്ലാറ്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതൽ ഇയാൾ പാടുമ്പോൾ ഫമബ്ലഗുൽ ഇൽമി ഫി അന്നഹു ബഷറുൻ ചെന്നിട്ട് അതിനപ്പറ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെന്ന് കൊടുക്കുന്ന പദങ്ങളായിട്ട് ഇട് വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ആ ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി ചെല്ല പദത്തെ സേർവട്ടിട്ട് ഒരു സ്വലാത്ത് അവിടെ ജവാബായിട്ടാക്കൂടെ. യാ റബ്ബ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ചെന്നു കൊടുത്ത ആ ഒരു പദ ഈ ജവാബിൽ ഉണ്ട്. അതുകൊണ്ട് അതേ ജവാബ് ഓരോ ബൈത്ത് പാടുമ്പം ഓരോ ജവാബ് ചെന്നിട്ട് ആ സ്വലാത്ത് ചെന്നിട്ട് ബുർദ ഓതുന്നത് അത് നല്ല ഫലപ്രദമാവോട് ചെന്നിട്ട് മഹാന്മാരായ ഇമാമിങ്ങ ചെല്ലാറ്. അതേപോലെ ഒലിമ്പാമത്തെ പിന്നെ ഒരു കണ്ടീഷനായിട്ട് വെച്ചല്ലോ പൂർണ്ണമായിട്ടും എന്താക്കണം ബുർദ ശരീഫ് പാടും. പാതി പാടല്ല, പാതി അതും പാതി ബൈത്തും പാതി വേറെ ബൈത്തും എല്ലാം ആയിട്ട് കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടല്ല. ബുർദ തുടങ്ങിയിട്ട് ലാസ്റ്റ് അവിടത്തോളം ഇടയ്ക്കൊന്നും ഇല്ലാണ്ട് അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെന്നിട്ട് കംപ്ലീറ്റ് ആവിടത്തോളം അതിനിടയിൽ എന്തു പറത്തീര ആ രൂപത്തിലായിട്ട് ബുർദ ഷരീഫ് പാടാനായത്. അങ്ങനെ പാടുമ്പോൾ അതിന് നല്ല ഫലപ്രദമാവുട് എന്നിട്ട് ഇമാമിങ്ങ ചെല്ലാറ്. ഇൻഷാ അല്ലാഹ് ഓരോ ബൈത്തോ അതൊരു ചെറിയൊരു രൂപത്തിലുള്ള ഒരു അർത്ഥം അതൊരു വിശദീകരണം ഞങ്ങളെ ഈ ചാനലിലൂടെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഉപകരിച്ചറ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അർഹമർ റഹീമായ റബ്ബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ഈ ദുനിയാവുൽ ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.